നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഒന്നാം വാർഷികത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു നിർണായകമായ നീക്കത്തിനൊരുങ്ങുകയാണ് ഇന്ത്യൻ സേന. അതായത് POK ഇനി ഭാരതത്തിൻ്റെ ഭാഗമായി മാറും. അത്തരത്തിലുള്ളൊരു നീക്കത്തിനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ സൂചനകൾ ഇതിനോടകം തന്നെ വനിതാ സംവരണ ബില്ലിൽ കൂടിയൊക്കെ നമുക്ക് കാണിച്ചു തരികയായിരുന്നു കേന്ദ്ര സർക്കാർ. അതായത് POKയിലെ ലോക്സഭാ മണ്ഡലങ്ങൾക്ക് കൂടി ചേർത്തിട്ടായിരുന്നു വനിതാ സംവരണ ബില്ല് പാസ്സാക്കുവാൻ വേണ്ടിയിട്ട് ഇത് പാർലമെൻറ്റിൻ്റെ മുന്നിൽ, ലോക്സഭയുടെ മുന്നിൽ സമർപ്പിച്ചത്. എന്തായാലും വനിതാ സംവരണ ബിൽ എന്തായാലും പാസ്സാവുക തന്നെ ചെയ്യും. ആര് എതിർത്താലും വളരെ കുറച്ച് സമയത്തേക്കൊക്കെ കോൺഗ്രസിനോ അതിൻ്റെ ഘടകകക്ഷികൾക്കൊക്കെ അത് തടഞ്ഞു വയ്ക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അധിക നാളത്തേക്കൊന്നും ഈ വനിതാ സംവരണ ബില്ല് തടഞ്ഞു വയ്ക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുഭവത്തിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അവരുടെ ഇടയിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇതിനെതിരെ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് വനിതാ സംവരണ ബില്ല് പാസ്സാക്കാതെ വയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഈ പീഡന മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്നതാണ് എന്നൊക്കെയാണ് ഇന്ന് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ പറഞ്ഞത്. എന്തായാലും അത്തരം കൂടുതൽ പ്രശ്നങ്ങൾ, കൂടുതൽ ശബ്ദങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്നതാണ്. എന്തായാലും അത്തരം വിഷയത്തിൽ നിന്ന് നേരിട്ട് POKയിലേക്ക് വന്നാൽ അത്തരമൊരു POKയിലേക്കൊരു നീക്കം നടത്തുവാനായിട്ട് പദ്ധതിയിട്ടിരിക്കുകയാണ്. NDA സർക്കാർ അധികാരത്തിൽ കയറിയത് മുതൽ പറയുന്ന കാര്യം തന്നെയാണ് ഇത്. POK എന്തായാലും ഭാരതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമെന്ന്. എന്നാൽ പലരും നെറ്റ് ചുളിച്ചു, ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ സാധിക്കുമോ, ഇത് വെറുതെ ബഡായി പറയുകയാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അവരുടെ ഘടകകക്ഷികളും ഒക്കെ പറഞ്ഞത്, DMK ആയാലും അവരുടെ മറ്റ് ഘടകകക്ഷികൾ RJDയും ഒക്കെയുള്ള ഈ ഇന്ത്യ സഖ്യമൊക്കെ ആകമാനം പറഞ്ഞത് ഇതെന്തായാലും ഒരിക്കലും ഭാരതത്തിൻ്റെ സർക്കാരിന് അത് സാധ്യമാക്കുക എന്നത് വളരെ അസാധ്യമായ കാര്യമാണ് എന്നാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷേ അവരാവർത്തിച്ച് പറഞ്ഞ നേരത്തെ ഒരു കാര്യം അവർ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു. അത് മറ്റൊന്നുമല്ല, ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്നതാണ്. ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്നത് അസാധ്യമായ കാര്യമെന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണത്, ഈ ഒരു നിയമത്തിൻ്റെ ഇത്രയേറെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള വലിയ ഇരുമ്പ് ചട്ടക്കൂടിലുള്ള നിയമങ്ങളെയൊക്കെ അതിക്രമിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഭരണഘടനാ അനുച്ഛേദമൊക്കെ മാറ്റി എഴുതുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്? കാരണം ഭരണഘടന വളരെ സ്ട്രിക്റ്റായിട്ട്, വളരെ കൃത്യമായിട്ട് ഒരിക്കലും ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ആർട്ടിക്കിൾ 370ൻ്റെ ചട്ടക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൻ്റെ നിയമസഭയുടെ പിന്തുണ വേണം ഇത് നടപ്പിലാക്കിയെടുക്കുന്നതിനൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കാര്യമൊക്കെ ഈ പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ വച്ചത്. അതോടൊപ്പം തന്നെ പാർലമെൻറ്റിലും ഇവർ ഈ രീതിയിലൊക്കെ തന്നെയായിരുന്നു അഭിപ്രായപ്പെട്ടിരുന്നത്. പക്ഷേ അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് എല്ലാ ക്ഷുദ്രശക്തികളെയും അകറ്റി നിർത്തിക്കൊണ്ട് പുകച്ച് പുറത്ത് ചാടിച്ചുകൊണ്ട് 370 പിൻവലിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ഡിജിറ്റൽ ഇന്ത്യ വന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഡിജിറ്റൽ ഇന്ത്യയൊക്കെ എങ്ങനെ സാധിക്കും? കാരണം ക്യാഷ് ട്രാൻസ്ഫറിൽ കൂടിയാണ്, ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫറിൽ കൂടിയാണ് 90% കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ത്യയിൽ സാധാരണക്കാരന് ഈ ഡിജിറ്റൽ പേയ്മെൻറ്റൊക്കെ വഴങ്ങുമോ എന്നുള്ള ചോദ്യശരങ്ങളായിരുന്നു. കേരളത്തിൽ നിന്നടക്കം കേരളത്തിൻ്റെ ഒരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, തോമസ് ഐസക്ക് ഈ രീതിയിലാണ് അഭിപ്രായപ്പെട്ടത്. വലിയ രീതിയിൽ പണം നേരിട്ടൊഴുകുന്ന, ക്യാഷ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു സംവിധാനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പുതിയൊരു സംവിധാനത്തിന് കീഴിൽ, ഒരു പുതിയൊരു നോർമലിന് കീഴിൽ ഭാരതത്തെ കൊണ്ടു ചെന്നെത്തിക്കുക എന്നൊക്കെയുള്ള ചോദ്യമായിരുന്നു അവിടെ ഉയർത്തിയത്. അതിനൊക്കെയും മറുപടി പറഞ്ഞുകൊണ്ട് ഇതാ ഡിജിറ്റൽ ഭാരതം കൂടി നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഭരണകൂടത്തിന് സാധിച്ചു, കേന്ദ്ര സർക്കാരിന് സാധിച്ചു എന്നാണ്. ഇന്ന് GPay ഇല്ലാത്ത ആരും തന്നെയില്ല. ഗൂഗിൾ പേയിലൂടെ ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാത്ത വളരെ അപൂർവം ആൾക്കാർ മാത്രമാണ് ഇന്നുള്ളത്. അങ്ങനെ ഭാരതത്തിന് മാറുവാൻ സാധിച്ചു. പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കുവാനായിട്ട് മോദി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. ഇനി അടുത്ത നീക്കം ഇതാ
POKയിലേക്ക് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പ്രാഥമികമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. പാകിസ്ഥാൻ ഇപ്പോൾ വളരെ വലിയ കഷ്ടത്തിലാണ്. കാരണം പാകിസ്ഥാനകത്തുള്ള ഭീകരവാദ സംഘടനകൾ പാകിസ്ഥാന് നേരെ തന്നെ തിരിഞ്ഞിട്ടുണ്ട്. ഏകദേശം 42-50% ഭീകരാക്രമണവും പാകിസ്ഥാന് നേരെ നടക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ ബലൂജ് ആർമി വളരെ ശക്തമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തെഹ്രീക്ക് താലിബാൻ വളരെ ശക്തമാണ്. അതോടൊപ്പം ലഷ്കർ ഇ തോയ്ബയുടെയും ജയ്ഷ് ഇ മുഹമ്മദിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഭീകരവാദികൾ തന്നെ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന ഒരു കാഴ്ചയും പാകിസ്ഥാനിൽ വളരെ നിരന്തരമെന്നോണം വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. പ്രത്യേകിച്ചും മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഭീകരവാദികളെല്ലാം തന്നെ ഇന്ത്യ ലിസ്റ്റ് ചെയ്ത ഭീകരവാദികളാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ POK ആക്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ സന്നാഹങ്ങളുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഭാരതത്തിന് ഉണ്ടാകില്ല എന്നുള്ള കാര്യം വളരെയധികം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രീൻ പോലുള്ള, അതായത് അന്താരാഷ്ട്ര സമൂഹം, അന്താരാഷ്ട്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് മുന്നേ തന്നെ, UN പോലുള്ള സംഘടനകൾ ഇടപെടുന്നതിന് മുന്നേ തന്നെ ഭാരതത്തിന് അത് ചെയ്തു തീർക്കുവാനും പറ്റും. കാരണം അത്രയേറെ ക്യുക്കാണ്. വളരെ സർജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് വഴി അത് നടപ്പിലാക്കി എടുക്കുവാനായിട്ട് വളരെ എളുപ്പം ഇന്ന് ഭാരതത്തിന് സാധിക്കും. അത്ര എഫിഷ്യൻ്റ് ആണ് ഭാരതം. ആയുധത്തിൻ്റെ കാര്യത്തിലായാലും സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ ഇന്ത്യൻ ആർമി നേരത്തെ തന്നെ വളരെ ശക്തമായൊരു സാന്നിധ്യമാണെന്ന്, വളരെ ശക്തമായ രീതിയിലുള്ള സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയുമെന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആയുധബലത്തിൻ്റെ കാര്യത്തിലും ഭാരതം ഏറെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പുഷ്പം പോലെ ഭാരതത്തിന് സാധിക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഭാരതത്തിൻ്റെ വ്യോമസേന വളരെ ശക്തമാണ്. അതോടൊപ്പം തന്നെ നാവികസേനയും കരസേനയും ഒക്കെ വളരെ കൃത്യമായ രീതിയിൽ ആക്രമണം നടത്തുവാൻ സുസജ്ജമായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവ് മാത്രമേ ഇനി വേണ്ടുള്ളൂ. അത്രയേറെ ഭാരതം ഇതിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ 370 പിൻവലിക്കുമ്പോഴൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു നാട്ടുരാജ്യം മാത്രം നെഹ്റു കൈകാര്യം ചെയ്തിരുന്നുള്ളൂ. അത് ഈ ജമ്മു കാശ്മീരാണ്. ഈ ജമ്മു കാശ്മീർ ഇങ്ങനെ ഈ രീതിയിൽ വരുവാനായിട്ടും പിന്നീട് പാകിസ്ഥാൻ തന്നെ ഇങ്ങനെ ഉണ്ടാവുവാനായിട്ടും ഇത്തരത്തിലുള്ള പ്രീണന നടപടികളിലൂടെയാണ്. അതായത് ഇവരുടെ കെടുകാര്യസ്ഥതയിലൂടെയും ബഡായിലൂടെയും ഒക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തന്നെ. പക്ഷേ അത് ഓരോന്നും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്, ഇപ്പോഴത്തെ NDA സർക്കാർ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഈ 370 നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഭാരതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? ഭാരതം ഇത്തരത്തിലൊരു 370 ഇങ്ങനെ ഒരു കരിനിയമം, ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഭരണഘടനാ അനുച്ഛേദത്തിലേ ഉണ്ടാകില്ലായിരുന്നു. നെഹ്റു അല്ലായിരുന്നു ആ കാര്യം ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ. നെഹ്റു ആ കാര്യം ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ പട്ടേലിനെ അങ്ങോട്ട് ചിന്തിക്കുവാനോ അതിനെതിരെ ഒരു നടപടി എടുക്കുവാനോ പോലും സാധിക്കാത്ത വിധത്തിൽ പട്ടേലിനെ അവിടെ നിന്ന് അകറ്റി നിർത്തുകയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഹരിസിംഗ് രാജാവ് പാകിസ്ഥാനിൽ ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ളൊരു സാധ്യതയുണ്ടായപ്പോൾ തന്നെ അറിയിപ്പ് കൊടുത്തതാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി തീർച്ചയായിട്ടും POK ഭാരതത്തിന് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഇടപെട്ടിരുന്നുവെങ്കിൽ POK ഭാരതത്തിന് നഷ്ടപ്പെടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ POK നഷ്ടപ്പെട്ടതിന് ശേഷം കാശ്മീരിൽ 370 വരില്ലായിരുന്നു. POK നഷ്ടപ്പെടാനായിട്ട് പ്രധാനപ്പെട്ട കാരണം നെഹ്റു തന്നെയാണ്, നെഹ്റുവിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണ്. അത് ഒരുപക്ഷെ പാകിസ്ഥാന് പിന്തുണ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നെഹ്റു നിന്നോ എന്ന് പോലും സംശയം തോന്നിയാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ ഈ POK നഷ്ടപ്പെട്ടു. 370 ഷെയ്ഖ് അബ്ദുള്ളയുടെ താല്പര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു കൊടുത്തു. അത് ഏകദേശം 79 വർഷത്തോളം, 70 വർഷക്കാലമെങ്കിലും ഭാരതത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അവിടേക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ അവിടുത്തെ സർക്കാരുകളും അല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുള്ളയുടെയൊക്കെ കുടുംബം, ഫറൂഖ് അബ്ദുള്ളയുടെയൊക്കെ കുടുംബവും, അങ്ങനെ അവിടെ ഭരിച്ചിരുന്ന സർക്കാരിൻ്റെ പ്രതിനിധികളും വിഘടനവാദികളും പങ്കിട്ടെടുക്കുകയായിരുന്നു. 100% ലീക്കേജ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അതായത് സർക്കാർ അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഫണ്ട് മുഴുവൻ കട്ടെടുക്കുന്ന ഒരു രീതി തന്നെ അവിടെ കാര്യങ്ങളിലൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കെടുകാര്യസ്ഥതയുടെ ഭരണത്തിൻ്റെ ഒരു രീതിയിലും നല്ല ഭരണമല്ലാത്ത
ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണത്തിൻ്റെയൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ജമ്മു കാശ്മീർ അനുഭവിച്ചതാണ്. ഈ POKയിൽ അവിടെ ഭരണം പോലും ഇല്ലാത്ത ഭീകരവാദികളുടെ ഒരു നാടായി മാറുന്നതിൻ്റെ പിന്നിലും പ്രധാനപ്പെട്ട കാരണം അന്നത്തെ നെഹ്റു ഭരണകൂടം തന്നെയാണ്, പ്രധാനമായും നെഹ്റു തന്നെയാണ്. അതാണ് ഇപ്പോൾ തിരുത്തുവാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഈ പഹൽഗാമിൻ്റെ ഭീകരാക്രമണത്തിൻ്റെ 1ാം വാർഷികം കഴിയുമ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ ശക്തമായൊരു തീരുമാനം തന്നെ ഉണ്ടാകും. POK ഭാരതത്തിൻ്റെ ഭാഗമായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.